നമസ്തേ എവരി വൺ. ലൈഫ് ലൈൻ്റെ പ്രോഗ്രാം, പ്രത്യേകിച്ച് ഞാനെടുക്കുന്ന പ്രോഗ്രാമിൽ ഒരുപാട് മാറ്റം വരുവാണ് പഴയതുമായിട്ട് നോക്കുമ്പോഴത്തേക്കും. പ്രധാനമായിട്ടുള്ള മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ നമ്മളൊരു പർട്ടിക്കുലർ ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടായിരുന്നു. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം 32 പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ ചില പ്രോഗ്രാംസ് ആൾക്കാരെ സംബന്ധിച്ച് വളരെ വളരെ അത്യാവശ്യമുള്ളതായിരിക്കും. അപ്പോൾ ഏതാണ് അവർ അറ്റൻഡ് ചെയ്യേണ്ട പ്രോഗ്രാം എന്ന് ചിലപ്പം അവർക്ക് തന്നെ അറിയുന്നുണ്ടാവില്ല, പ്രോഗ്രാം എന്നാൽ വരുന്നതെന്ന് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അതുപോലെ ഏത് സിറ്റിയിലാണ് വരുന്നത്, എബ്രോഡാണെങ്കിൽ ഇവിടെയൊക്കെയാണ് വരുന്നത്, ഈ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പ്രോഗ്രാംസ് നമ്മൾ നേരത്തെ ഡിക്ലെയർ ചെയ്യുക, വളരെ നേരത്തെ തന്നെ ഡിക്ലെയർ ചെയ്യുകയാണ്. അപ്പോൾ നേരത്തെ തന്നെ ഡിക്ലെയർ ചെയ്തേക്കുന്ന പ്രോഗ്രാം, നിങ്ങൾക്ക് താല്പര്യമുള്ള പ്രോഗ്രാമിന് കമ്മിറ്റ്മെൻറ്റ് നടത്താം. ഇപ്പോൾ വല്ല 1000 റുപ്പീസോ വല്ല അടച്ചുകൊണ്ട് നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് നടത്താം. പക്ഷേ ഡേറ്റ് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് വളരെ ഫ്ലെക്സിബിൾ ആക്കും. വളരെ നിങ്ങളുടെ കൺവീനിയൻസ് എല്ലാം നോക്കിയിട്ട് നിങ്ങളുടെ ജേർണി അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വളരെ യുണീക്കായിട്ട് നിങ്ങൾക്ക് സ്കെഡ്യൂളിങ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മളിത്. കാരണം പലരുടെയും ലൈഫ് സ്റ്റൈലും ഒക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും ചില ഡിഫിക്കൽട്ടീസ് വരുന്നുണ്ട്. ചില സ്ഥലത്തുള്ള ആൾക്കാർ പ്രോഗ്രാം കുറേ കാലമായിട്ട് നോക്കിയിരിക്കുന്നത്, അപ്പോൾ അവരൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോഴത്തേക്കും കിട്ടിയ ഒരു മാറ്റമാണ്. അപ്പോൾ ഈ ഫിക്സഡ് ഡേറ്റ് വെക്കുമ്പോഴത്തേക്കും പലർക്കും ആ പർട്ടിക്കുലർ ചിലപ്പോൾ 2 ആഴ്ചക്കകത്തായിരിക്കും ഒരു ഫിക്സഡ് ഡേറ്റ് നമ്മൾ കൊടുക്കുന്നത്. അവിടേക്ക് അവർക്ക് പെട്ടെന്ന് ടിക്കറ്റൊക്കെ എടുത്ത് വരാനുള്ള ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിന് പകരം നമ്മൾ ഇപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത്, ഇന്ന പ്രോഗ്രാംസ് ഇന്ന കാലഘട്ടത്തിൽ വരും എന്നുള്ളത്, ഇന്ന സിറ്റികളിൽ വരും, ഡേറ്റ് വളരെ പ്രത്യേകമായിട്ട് പറയത്തില്ല. അപ്പോൾ നമുക്കിവിടെ കമ്മിറ്റ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ കമ്മിറ്റ്മെൻറ്റ് കിട്ടുന്ന ആ ഒരു പാർട്ടിസിപ്പൻസിനെ നമ്മൾ ഉടനെ തന്നെ ഓൺലൈനിൽ അവരുമായിട്ട് സംസാരിച്ച് ഇൻറ്ററാക്റ്റ് ചെയ്ത് അവർക്ക് ചില ലേണിംഗ് ഒക്കെ പഠിക്കാനായിട്ട് കാണും. അപ്പോൾ അതുമൊക്കെ കൊടുത്ത്, തന്നെയുമല്ല ഈ പ്രോഗ്രാമിനകത്ത് വരുന്നതിൻ്റെ ഒരു വലിയ ബെനിഫിറ്റ് പാർട്ടിസിപ്പൻസ് തമ്മിലുള്ള നെറ്റ്വർക്കും അപ്പോൾ സിനർജിയും അവർ തമ്മിലുള്ള കമ്മ്യൂണിറ്റി ബിൽഡിങ്ങും ഒക്കെയാണ് ഏറ്റവും വലിയൊരു കാര്യം കാണുന്നത്. അപ്പോൾ അതൊക്കെ ഓൺലൈനിൽ തന്നെ ചെയ്ത്, അപ്പോൾ അവരുടെ എല്ലാവരുടെയും ഒപ്പീനിയൻ ചോദിച്ചിട്ട് എല്ലാവർക്കും കൂടെ പറ്റിയ സിറ്റി, എല്ലാവർക്കും കൂടെ പറ്റിയ മാസം, എല്ലാവർക്കും കൂടെ പറ്റിയ ഡേറ്റ്, അപ്പോൾ അതിനകത്ത് ആരാണോ കൂടുതൽ നമുക്ക് പോൾ ചെയ്ത് നോക്കിയിട്ട് അതനുസരിച്ചായിരിക്കും ഡേറ്റ് വെക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ കമ്മിറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നതനുസരിച്ച് പെട്ടെന്ന് വിളിക്കുകയും പെട്ടെന്ന് തന്നെ അവർക്ക് ആക്ടിവിറ്റി കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഒരു പാർട്ടിസിപ്പൻറ്റ് സെൻട്രിക് ആയിട്ടുള്ള കാര്യമാണ് നടക്കാൻ പോകുന്നത്. അവരുടെ സൗകര്യത്തിലേക്ക് നമ്മൾ മാറ്റുകയാണ്. അപ്പം വളരെ കൃത്യമായിട്ട് അപ്പം വെറൈറ്റി ഓഫ് വർക്ക്ഷോപ്സാണ് വരുന്നത്. അപ്പോൾ ഈ നമ്മുടെ നമ്മൾ സഹായത്തിനുണ്ടാകും. നമ്മൾ ഒരു വർക്ക്ഷോപ്പ് കഴിഞ്ഞാൽ ഏത് വർക്ക്ഷോപ്പാണ്. അപ്പോൾ തന്നെയല്ല, നമ്മളുടെ സ്റ്റഡി, നമ്മുടെ ജോലി, നമ്മളുടെ പ്രൊഫൈൽ വെച്ചിട്ട് ഏത് പ്രോഗ്രാം ചെയ്താലാണ് നമുക്ക് കരിയറിൽ ഗ്രോത്ത് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഹാപ്പിനെസ് വരാൻ പറ്റിയ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നിങ്ങൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് അനുസരിച്ച് സജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നമുക്ക് ലൊക്കാലിറ്റി തീരുമാനിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ലൊക്കാലിറ്റിയൊക്കെ നമുക്ക് നേരത്തെ തന്നെ, വളരെ നേരത്തെ തന്നെ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് ടിക്കറ്റ് എടുക്കാനും, അത് പല കാര്യങ്ങളിലേക്ക് ഒരു വരവ് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നടത്തിക്കൊണ്ട് പോകാനായിട്ട് പറ്റും. അപ്പം വളരെ ഐഡിയലായിട്ടുള്ളൊരു സംഭവമാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇനി പ്രോഗ്രാം ആ രീതിയായിട്ട് മാത്രമായിട്ട്, നമ്മളിപ്പോൾ ഡേറ്റ് പ്രഖ്യാപിച്ച് പോകുന്നതിന് പകരം ആ രീതിയിലേക്ക് മാത്രമായിട്ട് നമ്മൾ മാറ്റാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പേരൻറ്റിങ് പ്രോഗ്രാം ഒരു 10 വർഷത്തിൽ കൂടുതലായി നമ്മൾ നടത്തിയിട്ട്, ഓൺലൈനിൽ ഇപ്പോഴും അത് കിടപ്പുണ്ട്, പക്ഷേ 10 വർഷത്തിൽ കൂടുതലായി നമ്മൾ നടത്തിയിട്ട്, അപ്പം അത് നടത്താനായിട്ട് പറ്റിയിട്ടില്ല. പിന്നെ നമുക്ക് പലപ്പോഴും സ്റ്റുഡൻസിനുണ്ട്, റിട്ടയർ ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ട്, റിമോട്ട് വർക്കേഴ്സിനുണ്ട്, യാത്ര ചെയ്യുന്ന ആൾക്കാർക്കുണ്ട്. അപ്പോൾ ഇങ്ങനെ പല വിധത്തിലുള്ള വളരെ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഇമോഷണൽ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്, ലിറ്റിഗേഷൻ നേരിടുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ പല സംഭവത്തിനകത്ത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് നെറ്റ്വർക്കിങ്ങും കമ്മ്യൂണിറ്റി ബിൽഡിങ്ങും സിനർജിയും ലൈക്ക് മൈൻഡഡ് പീപ്പിളിനെ കാണാനും ഒക്കെ ആയിട്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ഓൺലൈനിൽ തന്നെ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് മാത്രമേ നമുക്ക് മുടക്കേണ്ടതുള്ളൂ. അപ്പം അത് നിങ്ങളുടെ അവിടെ കൺവീനിയൻസ് നോക്കിയിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ വെച്ചിട്ട് ആ ലൊക്കാലിറ്റിയിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതുവഴി നമുക്ക് വേറെയും പല നേട്ടമുണ്ട്. നമുക്ക് കോസ്റ്റ് സേവിങ്സ് നടത്താനായിട്ട് പറ്റും. കാരണം വളരെ നേരത്തെ തന്നെ കമ്മിറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്, പ്രോഗ്രാമിന് തുലവും കോസ്റ്റ് വളരെ കുറവായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇനി വരുന്ന പ്രോഗ്രാംസ് എല്ലാം ലൈഫ് ലൈൻ ആയിരിക്കത്തില്ല നടത്തുന്നത്, ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഞാനും എൻ്റെ ട്രെയിനേഴ്സും ഒക്കെ ഉള്ളത്, അല്ലെ ജിജിയും ഒക്കെ ഉള്ളത്. അപ്പോൾ ഓർഗനൈസ് ചെയ്യുന്ന മറ്റു പല ഏജൻസീസ് ആയിരിക്കും.
അപ്പോൾ അവിടെ പിന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്കാണ് അവർക്കൊരു ഏണിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതല്ലെങ്കിൽ അതർ ഓർഗനൈസേഷൻ അവർക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത കൂട്ടത്തിൽപ്പെട്ട ചില ആൾക്കാർക്ക് കൂടെ അതിനകത്ത് വരാനായിട്ട് പറ്റും. സിലബസും അതിനെക്കുറിച്ചുള്ള ബെനിഫിറ്റ്സിനെ കുറിച്ചുള്ള വീഡിയോസ് എല്ലാ പ്രോഗ്രാമിനകത്ത് വിത്ത് AI സപ്പോർട്ടോടു കൂടി തന്നെ ഓരോ പ്രോഗ്രാമിനും നമുക്ക് വെബ്സൈറ്റിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്യാം. അല്ലാതെ തന്നെ നമ്മൾ ലാൻഡിംഗ് പേജിൽ കൂടെ തരുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ലേണിങ്ങിൽ കൂടെ കിട്ടുന്നുണ്ട്. എല്ലാ വിധത്തിലും കിട്ടാനുള്ള സംവിധാനം നമുക്ക് ഇതിൻ്റെ പുറകെ കിട്ടുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊരു വീഡിയോ പ്രത്യേകമായിട്ട് ഉണ്ടാക്കി ഇടുന്നതായിരിക്കും. ഇപ്പോൾ കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ് നമ്മുടെ സൈഡിൽ നിന്നും പ്രോഗ്രാംസിന് കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ് കാണും. നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു പ്രോഗ്രാമിന് ശേഷം ഏത് പ്രോഗ്രാമാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉള്ള പ്രോഗ്രാം അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ള ഒരു ഇതിനകത്ത് വരും. ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. ഏത് പ്രോഗ്രാമാണ് നിങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത് മാത്രം ഇപ്പം മാർക്ക് ചെയ്ത് കമ്മിറ്റ്മെൻ്റ് എടുത്താൽ മാത്രം മതി. അപ്പം അതിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് അടുത്ത പ്രോഗ്രാമിനുള്ള അപ്പോൾ അതിൽ വന്നിരിക്കുന്ന ആൾക്കാരെല്ലാം കൂടെ സംസാരിച്ച് നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധം സ്ഥാപിച്ചതിന് ശേഷം അവിടെ വെച്ചൊരു നമുക്ക് പോളിംഗ് നമ്മുടെ ഓൺലൈനകത്ത് വോട്ടിംഗ് ഫെസിലിറ്റി ഉണ്ട്. അത് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ പേര് സജസ്റ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് നമുക്ക് പെട്ടെന്ന് പ്രോഗ്രാം നിശ്ചയിക്കാം. അപ്പോൾ നമുക്ക് അറ്റൻഡ് ചെയ്യാനും ലേൺ ചെയ്യാനും നെറ്റ്വർക്ക് ചെയ്യാനും എൻജോയ് ചെയ്യാനും ഒക്കെ ഒരുപാട് ഫെസിലിറ്റി കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബെനിഫിറ്റ്സ് നോക്കുമ്പോഴത്തേക്കും ബിസി ലൈഫ് സ്റ്റൈലിൽ ചേരുന്നതാണ്. അപ്പോൾ കൂടുതൽ ആൾക്കാർക്കും പഴയതുപോലെ ഒത്തിരി യാത്ര ചെയ്തൊക്കെ പ്രോഗ്രാമിന് വരാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അൺസർട്ടനിറ്റി നേരിടേണ്ട പ്രശ്നം വരുന്നില്ല. ഡേറ്റിനെ കുറിച്ചുള്ള വളരെ നേരത്തെ തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രയോറിറ്റീസ് ഒരുപാട് ഈ രീതിയിൽ അറേഞ്ച്ഡ് ആയിട്ട് പോകുന്നുണ്ട്. ഇത് സിസ്റ്റത്തിൽ വരുമ്പോഴത്തേക്ക് ഇത് ഒരുപാട് ആലോചിച്ചതിന് ശേഷം എടുക്കുന്ന ഒരു തീരുമാനമാണ്. അപ്പോൾ നിങ്ങളുടെ കലണ്ടർ കോൺഫ്ലിക്റ്റ് ആകത്തില്ല, നിങ്ങൾക്ക് ഡേയ്സ് ലോസ് വരത്തില്ല. അപ്പം പ്രത്യേകിച്ച് നമ്മുടെ NRIസും അതല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് നാട്ടിലേക്ക് വരുമ്പം അവർക്ക് ഈ കൂട്ടത്തിൽ തന്നെ പല കാര്യങ്ങളും ഒരേ സമയത്ത് നടത്തിപ്പോകാനായിട്ട്, അപ്പം ഒരേ സമയത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ നടത്തിപ്പോകാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനൊക്കെ പറ്റിയ ഒരു വെബ്സൈറ്റാണ് നമ്മളിപ്പം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ഫോക്കസ്, അപ്പോൾ എൻജോയ്മെൻറ്റ്, പാർട്ടിസിപ്പേഷൻ, സാറ്റിസ്ഫാക്ഷൻ എല്ലാം നമുക്ക് മറ്റുള്ളവരുമായിട്ട് ചേരുന്നത് ഇതെല്ലാം നമുക്ക് ഉറപ്പ് വരുത്താനായിട്ട് പറ്റും. ഇവിടെ നാട്ടിൽ വരുമ്പോഴാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ആ സമയത്ത്, ഇനി തന്നെയല്ല തിരുവനന്തപുരത്തുള്ളൊരു കോഴിക്കോടുള്ളൊരു തിരുവനന്തപുരത്ത് വരുവാണെങ്കിൽ നമുക്ക് മറ്റുള്ള ആൾക്കാരുമായിട്ട് ബന്ധം വരുത്താനായിട്ട്, ബാംഗ്ലൂർ ഇതിലൊക്കെ നമുക്ക് ഒരുപാട് ബന്ധം വരുത്താനായിട്ട് നമുക്ക് ഒരുപാട് പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അപ്പോൾ നമുക്ക് ഈ ആ ലൊക്കേഷൻ്റെ വേറെ പല അഡ്വാൻറ്റേജ്, ഹോളിഡേയിങ് വിത്ത് ഫാമിലി ആയിട്ട് വരാനായിട്ട്, അപ്പോൾ ഇതൊക്കെ നമുക്ക് വളരെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എയർ ഫെയർ ഒക്കെ വളരെ കുറച്ച് കിട്ടാനായിട്ട് പറ്റും. പക്ഷേ ഒരിക്കലും നമ്മൾ കമ്മിറ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ലോ ഓഫ് അട്രാക്ഷൻ. അപ്പം ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അതിനുള്ള മണി തന്നെ വന്നോളും. നമ്മൾ പ്ലാൻ ചെയ്ത് കഴിയുമ്പോൾ, മൈൻഡ് പ്ലാൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ആ മണി തന്നെ വന്നോളും. പിന്നെ അകലേന്ന് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഫ്ലൈറ്റൊക്കെ വളരെ ലോ കോസ്റ്റിൽ എടുക്കാനായിട്ട് പറ്റും. ചില ബിസിനസ് പ്ലാനുകൾ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ എക്സ്പോർട്ട് ഇമ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്താനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ആ ഒരു ഇതിനകത്ത് നമുക്ക് ആ ഒരു അറ്റൻഡൻസ് നമുക്ക് സെക്യൂർ ചെയ്യാനായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റും. അൺസർട്ടനിറ്റിയുടെ പ്രശ്നം ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വേറെ കുറേ ഓപ്പർച്യൂണിറ്റിയോടെ ഇതിൻ്റെ പുറകെ മറ്റൊരു വീഡിയോയിൽ തരാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. വളരെ വെൽ പ്ലാൻഡ് ആയിരിക്കും നിങ്ങൾ. ഇപ്പോൾ ഞാൻ തന്നെ US പോകുമ്പം ഒരു യാത്ര, ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ 10-30 കാര്യങ്ങളൊക്കെ അതിനകത്ത് പ്ലാൻ ചെയ്തുകൊണ്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയോറിറ്റീസ് എല്ലാം റീഅറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പം അതുപോലെ തന്നെ നമുക്ക് പലതും ആൻറ്റിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഉറ്റവരെ ഉടയവരെയൊക്കെ കാണാനായിട്ടും നമുക്ക്. പിന്നെ തന്നെയല്ല, നമ്മൾ ഓൺലൈനിൽ ഇരുത്തി കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു വെൽ പ്രിപ്പയർഡ് ആയിട്ടാണ് വരുന്നത്. ഫുള്ളി അക്സെപ്റ്റ് ചെയ്ത് മാക്സിമം പ്രയോജനപ്പെടുത്താനായിട്ടാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം പകുതി വരെ നമുക്കത് ഗ്രിപ്പ് പിടിക്കാൻ പറ്റുന്നില്ല. ആ പ്രശ്നം വരുന്നില്ല നമുക്ക് നമ്മൾ ഓൺലൈനിൽ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം വരുമ്പോഴത്തേക്കും. പിന്നെ പല കോഴ്സിന് നമുക്ക് ഓൺലൈൻ കോഴ്സ് തന്നെ കിടപ്പുണ്ട്. നമുക്കത് ചെയ്തതിന് ശേഷം നമുക്കത് പൂർണ്ണത വരുത്താൻ വേണ്ടി വരാം. അപ്പോൾ ഇവിടെ ഫ്രീഡം ടു ചൂസ് അവർ പ്രിഫേർഡ് ലൊക്കേഷൻസ്. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർക്ക്, ഇന്ത്യയിലെ കേരളത്തിലുള്ള ആൾക്കാർക്ക് ഓവർസീസ് ലൊക്കേഷൻ തിരഞ്ഞെടുക്കാനായിട്ട് പലപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന എവിടെയാണ് ലൊക്കേഷൻ ഉള്ളതെന്ന് പലപ്പോഴും ഞങ്ങൾക്ക് കൂടെ വരണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ അതുമായിട്ട് നമുക്ക് ചേർത്ത് വെച്ച് പോകാനായിട്ട് പറ്റും. ഇപ്പോൾ ഇതിനിടയ്ക്ക് ഒരു ഹോളിഡേയും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒന്നിച്ച് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പം പല പ്രയോറിറ്റീസ്, പല ആക്ടിവിറ്റീസ് നമുക്ക്, ഇപ്പോൾ ഈ ലാസ്റ്റ് മിനിറ്റ് റഷ് ഇല്ലെങ്കിൽ അതിൻ്റെ ടെൻഷൻ ഇതൊന്നും അതിനകത്ത് വരുന്നില്ല. നമുക്ക് കോസ്റ്റ് ഒരുപാട് സേവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ അപ്പോൾ ചില ആൾക്കാർക്ക് മിസ് ഔട്ട് ചെയ്യാറുണ്ട്. ചിലപ്പം ആൾക്കാർ വളരെ കുറഞ്ഞു പോയിട്ട് ചിലപ്പോൾ കുറേ പേര് ഒന്നിച്ച് വരാതിരിക്കുന്നത് കൊണ്ട് നമുക്ക് പ്രോഗ്രാം ചിലപ്പോൾ മാറ്റി വെക്കേണ്ടതായിട്ട് വരാറുണ്ട്. കൊച്ചിയിൽ നമുക്ക് സ്ഥിരം പറ്റിക്കൊണ്ടിരിക്കുന്ന പ്രോഗ്രാം ഈ വീക്കിലും പറ്റി. നമ്മളൊരു പ്രോഗ്രാം വെച്ചിരിക്കുമായിരുന്നു, മൈൻഡ് മാസ്റ്ററുടെ പ്രോഗ്രാമായിരുന്നു. അപ്പോൾ
കുറേ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഡോക്ടേഴ്സിൻ്റെ ഒരു വലിയ 10,000-3000 പേരുടെ ഒരു കോൺഫറൻസ് വന്നു. എല്ലാ ഹോട്ടൽസും ഫുള്ളാണ്. ഹോട്ടൽസ് അല്ലാതെ എവിടെയെങ്കിലും കിട്ടുന്ന 10,000-15,000 രൂപയൊക്കെയാണ് ഒരു 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 നൈറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് അത് ക്യാൻസൽ ചെയ്യേണ്ടതായിട്ട് വന്നു. പക്ഷേ പ്രോഗ്രാം നടന്നു. അപ്പം ബില്യണെയർ മൈൻഡ് സെറ്റൊക്കെ ആണെങ്കിൽ അക്കോമഡേഷൻ കിട്ടാതെ വന്നിട്ട് നമുക്ക് പല പ്രാവശ്യം ക്യാൻസൽ ചെയ്യേണ്ടതായിട്ട് വന്നു. ഇത് ആൾക്കാർ അറിയുന്നില്ല. കാരണം ലാസ്റ്റ് മൊമെൻറ്റ് വരെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ട് ഇപ്പോൾ ഹോട്ടലുകാർ റൂം തരാത്തൊരവസ്ഥയിലേക്ക് പോകും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രശ്നമൊന്നും വരുന്നില്ല. നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഏത് ലൊക്കേഷനോ, അപ്പോൾ ആൾക്കാർക്ക് ഇപ്പോൾ കൊച്ചി തന്നെ ഉള്ളവർക്ക് കൊച്ചി അല്ല ലൊക്കേഷൻ, അവർക്ക് വേറൊരു ലൊക്കേഷൻ തിരഞ്ഞെടുക്കാനും പോകാനും ഒക്കെ വളരെ വളരെ നല്ല രീതിയിൽ ഇതൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ് എല്ലാവരുമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ കമ്മിറ്റ് ചെയ്ത ആൾക്കാരുമായിട്ട് ഞാൻ 1-2 ഓൺലൈനിൽ ഇരിക്കുമ്പോഴത്തേക്കും സൂമിൽ സിറ്റിംഗ് നടത്തുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പിടുത്തം കിട്ടും, എത്രമാത്രം പ്രയോജനമാണ് ഈ ഒരു കാര്യം വന്നതിനകത്ത്. പിന്നെ ചില പ്രോഗ്രാമിനകത്ത് നമുക്ക് ഓവർ ബുക്കിംഗ് വരും, ചില പ്രോഗ്രാമിനകത്ത് അണ്ടർ ബുക്കിംഗ് വരും, ചിലതിന് ഹോട്ടൽ ഒട്ടും ഇല്ലാതെ വരും. അപ്പോൾ ഇങ്ങനെ റിസ്ക് ഓഫ് ക്യാൻസലേഷൻസ് ഒക്കെ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ വേറൊരു പ്രോഗ്രാം വെക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ദുബൈയിൽ വെക്കുന്നു, ഇല്ല അബുദാബിയിൽ വെക്കുന്നു, അല്ലെങ്കിൽ സൗദിയിൽ വെക്കുന്നു. അപ്പം അവിടേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാക്കും. അപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. അപ്പം നമുക്ക് പിന്നെ ചില ഫ്രണ്ട്സുമായിട്ട് ചേർന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടാവും. പിന്നെ പലപ്പോഴും തായ്ലൻഡിൽ വെച്ച് നമ്മുടെ ആൾക്കാർ പ്രോഗ്രാം ചോദിക്കുന്നുണ്ട്. തായ്ലൻഡിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആ കൂടെ ഒരു പ്രോഗ്രാം കിട്ടുമോ? കമ്പനികൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ വളരെ നേരത്തെ തന്നെ നമുക്ക് പദ്ധതി ഇടുവാണെങ്കിൽ നമുക്ക് എവിടെ വെച്ച് വേണേലും പ്രോഗ്രാം ആയിട്ട്, അപ്പോൾ പ്രോഗ്രാം നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാനും ലൈഫിലൊരു ചേഞ്ചസ് കൊണ്ടുവരാനായിട്ടും ഇതിൽ കൂടെ നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും ലൈഫിൽ നല്ലൊരു മാറ്റം ഉണ്ടാക്കാനായിട്ടും ബിസിനസ്സിലൊക്കെ വലിയൊരു ബൂം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ ഇങ്ങനെ ഞെരുക്കി കിടക്കണമെന്നില്ല. നമുക്ക് എൻഹാൻസ്ഡ് സോഷ്യൽ കണക്ഷൻ, അവിടെ നിന്നൊക്കെ നമുക്ക് കണക്ഷൻസ് വേണമല്ലോ. ഇപ്പോൾ ഈ ഗൾഫ് ഫുഡൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പിന്നെ ദുബൈയിൽ വെച്ച് കഴിഞ്ഞാൽ ഫുഡിൻ്റെ മേഖലയിലുള്ള ആൾക്കാർക്ക് കേരളത്തിൽ നിന്ന് അങ്ങോട്ട് വരാനും അതുമായിട്ട് ചേരാനും നമ്മുടെ പ്രോഗ്രാമുമായിട്ട് ഒന്നു ചേരാനായിട്ടും ഒക്കെ നമുക്ക് ഒരുപാട് സൗകര്യങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു എൻജോയ്മെൻറ്റും ട്രാവലും വേറെ ഒരുപാട് പരിപാടി ഇനി പിന്നെ പറയാനിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളായിട്ട് മീറ്റിങ്ങിൽ പറയാനിരിക്കുന്നതിനകത്ത് ഒരുപാട് സംഭവങ്ങളുണ്ട്. ടീം ബിൽഡിങ്ങും പിന്നെ ഫണ്ടിങ്ങിൻ്റെ പ്രോസസ്സിലാണെങ്കിലും നമ്മളിങ്ങനെ പുറത്തോട്ട് പോകുമ്പോഴായിരിക്കും നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ സാധ്യത കിട്ടുന്നത്. ഈ ലേണിംഗ് ആണെങ്കിലും നമ്മുടെ മാറി നിന്ന് കഴിയുമ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ വേറൊരു മൂഡിലേക്ക് വരുന്നത്. ഫാമിലി ആയിട്ട് ചിലപ്പോൾ മാറിപ്പോകാനായിട്ടും ഒക്കെ ഉള്ളൊരു സ്പിരിറ്റ് നമുക്ക് വരുന്നത്, ഒരു മോട്ടിവേഷൻ വരുന്നത്. അതല്ലെങ്കിൽ നമുക്ക് ഇൻഫോംഡ് ആയിട്ടുള്ള ചോയ്സസ് എടുക്കാനായിട്ട്, നല്ല ഡിസിഷൻസ് എടുക്കാനായിട്ട് ടോട്ടലി അബ്സല്യൂട്ട്ലി മാറണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചില ഇതിനകത്ത് നമ്മൾ ടൂറിസവും കൂടെ അല്ലെങ്കിൽ ടൂറും കൂടെ കണക്ട് ചെയ്തുകൊണ്ടുള്ളതായിരിക്കും. എന്തായാലും ഒരു കാര്യം ചെയ്യുക, എനി പ്രോഗ്രാം നമ്മളിതിനകത്ത് പിന്നെ പ്രോഗ്രാം വരുമ്പം നിങ്ങൾ ഡേറ്റ് കണ്ടില്ല എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട. അതിന് നമുക്ക് ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ ഇതിൽ വരാനായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ഒരു കമ്മിറ്റ്മെൻറ്റ് എടുക്കാം. കമ്മിറ്റ്മെൻറ്റ് എടുത്തിട്ട് ജസ്റ്റ് പ്രോഗ്രാമിനകത്ത് വന്നാൽ മതി. അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത് നിങ്ങൾ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കും ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങളെ പ്രിപ്പയർ ചെയ്യാനായിട്ട്. തന്നെയല്ല, ഈ വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പണം ഉണ്ടാക്കാനായിട്ടുള്ള ഒരുപാട് ടിപ്സ് ഇതിനകത്ത് കിട്ടും. അപ്പോൾ ആ ടിപ്സും ഒക്കെ നമുക്ക് കിട്ടിയതിന് ശേഷം നമ്മൾ കോഴ്സിന് വേണ്ടി വളരെ വെൽ പ്രിപ്പയർഡ് ആയിട്ട് ആ ഒരു രീതിയിൽ നമുക്ക് വെൽ കമ്മിറ്റഡ് ആയിട്ട് നമുക്ക് പോകാനായിട്ടുള്ളൊരു സംവിധാനമായിരിക്കും കിട്ടുന്നത്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഈ വർക്ക്ഷോപ്പിനെ കഴിഞ്ഞും കൂടുതൽ കാശുണ്ടാക്കാനും വർക്ക്ഷോപ്പിൻ്റെ ഡ്യൂറിങ് ദി വർക്ക്ഷോപ്പ് തന്നെ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഓപ്പൺ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പം പല പ്രോഗ്രാമും നമ്മൾ ടൂറിസമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ചില ആൾക്കാർ ആയിരിക്കും ഞങ്ങൾ ഒരിക്കലും പുറത്ത് പോകാത്ത ആൾക്കാർ, ഓക്കെ യു ക്യാൻ ഡു ഇൻ ബാംഗ്ലൂർ നമുക്ക് ചെയ്യാം, അവിടെ ഒരു മാറ്റം ഉണ്ടാകട്ടെ. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ, അപ്പോൾ കേരളത്തിനകത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കത്തില്ല എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് നമ്മളങ്ങനെ, അതുപോലെ തന്നെ കോഴിക്കോട് കിടക്കുന്ന ആൾക്കാർക്ക് തിരുവനന്തപുരത്ത് വന്ന് ചെയ്യാം. അപ്പോൾ അത്രയും നമുക്കൊരു, അപ്പോൾ തിരുവനന്തപുരത്ത് വന്ന് ചെയ്യുമ്പോൾ നമുക്ക് 2 ദിവസം അവിടെ തങ്ങിയിട്ട് ചെയ്യാനായിട്ട് പറ്റും. തിരുവനന്തപുരത്തുള്ള ആൾക്കാർക്ക് കോഴിക്കോട് വന്ന് 2 ദിവസം ചെയ്യാനായിട്ട് പറ്റും. ഇല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ള ആൾക്കാർക്ക് കൊച്ചിയിൽ വന്ന് ചെയ്യാനായിട്ട് പറ്റും. ഒരു മൊബിലിറ്റി കൊണ്ട് നമുക്ക് വരാവുന്ന ഒരു മാറ്റമുണ്ട്. അത് വളരെ വെൽ പ്ലാൻഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്കതിനകത്ത് ഒരുപാട് കോസ്റ്റ് സേവ് ചെയ്തുകൊണ്ട്, അപ്പം പർപ്പസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് മെയിനായിട്ട് മൊബിലിറ്റിയും നിങ്ങളുടെ കൺവീനിയൻസും സേവിങ്ങും കൂടുതൽ എക്സ്പോഷേഴ്സും ഓപ്പർച്യൂണിറ്റി ഒത്തിരി കണ്ടെത്താനായിട്ടും മൈൻഡ് ഓപ്പൺ ചെയ്യാനായിട്ടും ഇങ്ങനെ ഒരുപാട് നമ്മളതിനകത്ത് ബെനിഫിറ്റ്, ഒരു വെറൈറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇതിനകത്ത് ഇരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പം ഞാനും ഗ്ലോബലി പോയിട്ടുള്ള പരിപാടി എന്തുകൊണ്ടാണ് ഇവരെല്ലാം ഒരു സ്ഥലത്ത്, ഇപ്പം ആന്റണി റോബിൻസിൻ്റെ പരിപാടി അദ്ദേഹത്തിൻ്റെ ഓഫീസെല്ലാം ഉള്ളത് സാന്റിയാഗോയിലാണ്. സാന്റിയാഗോയിൽ അദ്ദേഹം ട്രെയിനേഴ്സിൻ്റെ പ്രോഗ്രാം മാത്രമേ നടത്താറുള്ളൂ, വേറെ ഒരു പ്രോഗ്രാം അവിടെ നടത്താറില്ല. ബാക്കിയെല്ലാം മറ്റ് സ്ഥലങ്ങളിലാണ്. വൈ?
ഗോൾഡ് കോസ്റ്റിൽ കൊണ്ടുവന്ന് ചെയ്യുന്നു, ഓസ്ട്രേലിയയിൽ. വൈ? അപ്പം അവിടേക്കെല്ലാം അദ്ദേഹത്തിന് സ്ഥിരം പാർട്ടിസിപ്പൻസിന് ആഫ്രിക്കയിൽ കൊണ്ടുവന്ന് ചെയ്യുന്നു, നമ്മുടെ ഇന്ത്യയിൽ ജയ്പൂരിൽ കൊണ്ടുവന്ന് ചെയ്യുന്നു. വൈ? അപ്പം ഇവിടെ എല്ലാം ഒരു എക്സ്പോഷർ കിട്ടാൻ വേണ്ടി, ഒരു മാറ്റം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക്. അപ്പോൾ നമുക്ക് വേൾഡ് എൻജോയ് ചെയ്യാനായിട്ട്, അറ്റ്ലീസ്റ്റ് നമ്മുടെ തൊട്ടടുത്ത നമ്മുടെ കൊക്കിന് ഒതുങ്ങുന്ന രീതിയിൽ പോലും നമുക്കത് എൻജോയ് ചെയ്യാനൊരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ നിങ്ങളുടെ തപ്പിയിൽ ചെയ്യുന്ന എല്ലാ പ്രോഗ്രാമും 32 പ്രോഗ്രാം നമ്മളിങ്ങനെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 32 പ്രോഗ്രാം എന്താണെന്നുള്ളതും അതിനെക്കുറിച്ചൊരു ബ്രീഫ് നിങ്ങൾക്ക്, അതിൻ്റെ സിലബസും അതിൻ്റെ ബെനിഫിറ്റ്സും വീഡിയോയിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അത് പിന്നെ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ തന്നെ കയറി ക്ലിക്ക് ചെയ്ത് പോകാം. അപ്പോൾ ഏത് പ്രോഗ്രാമാണോ അവിടെ AI പറഞ്ഞു തന്നുകൊണ്ടിരിക്കും, AI നമ്മളെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നിന്നും നിങ്ങൾ വേണ്ടത് സെലക്ട് ചെയ്തിട്ട് അപ്പം തന്നെ കമ്മിറ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ കമ്മിറ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുമ്പോൾ നിങ്ങൾ ഒരാളോ 2 10 100 1000 പേരല്ലല്ലോ, പല ബാച്ചുകളായിട്ടും പല ഗ്രൂപ്പുകളായിട്ടും പല ലൊക്കാലിറ്റിയിലേക്കും പ്രിഫറൻസ് എടുത്താൽ പോകുന്നത്. ഓക്കെ, അപ്പം നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചാണ്. ഇപ്പം നാട്ടിൽ തന്നെ ചെയ്തേ ഒക്കെയുള്ളെന്ന് ഭയങ്കര നിർബന്ധം പിടിക്കുന്ന ആൾക്കാർക്ക് യെസ് യു ക്യാൻ ഹാവ്. മാറൂല നിർബന്ധം പിടിച്ചേക്കുന്ന ആൾക്കാർക്ക് അതും ചെയ്യാം. പക്ഷേ മാറണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഒരുപാട് പേര്. ചെന്നൈയിൽ വെച്ച് നടത്താവുന്ന എൻ്റെ അടുത്ത് ചോദിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ ഹൈദരാബാദ് വെച്ച് നടത്താവുന്ന ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടുന്ന് പോകാൻ തയ്യാറായിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരു മാറ്റം കിട്ടാനായിട്ട് മുംബൈയിൽ വെച്ച് നടത്താൻ പറ്റുമോ? നമുക്കിതെല്ലാം ചെയ്യാനായിട്ട് പറ്റും. അതോടുകൂടി നമുക്ക് മുംബൈയിലെ, അപ്പം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള എക്സ്പോയും അവിടുത്തെ പല ഈവൻസും ആയിട്ടും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ആ ഈവൻസിൻ്റെ തൊട്ട് മുമ്പ്, ആ ഈവൻസ് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ പ്രോഗ്രാം തീരുന്ന രീതിയിലായിരിക്കും പല ഇതും ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ എ ബാസ്ക്കറ്റ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, എ ബാഗ് ഫുൾ ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, മറ്റ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിലേക്ക് കിട്ടാനുള്ള അവസരങ്ങളുണ്ടാകും. അപ്പോൾ ജീവിതത്തിൽ മാറ്റത്തിന് സാധ്യതയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിലേക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇന്നു മുതൽ നമുക്ക് വരാൻ പോകുന്ന എല്ലാ പ്രോഗ്രാമിനകത്തും നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കമ്മിറ്റ്മെൻറ്റ് നടത്തിക്കോളുക. കമ്മിറ്റ്മെൻറ്റ് നടത്തിയിട്ട്, അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞില്ല, കോസ്റ്റ് കുറയാനൊക്കെ ഒരുപാട് സാധ്യത അതിനകത്തുണ്ട്. എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാനായിട്ട് നമ്മൾ സദാ സന്നദ്ധമാണ്. നമുക്കിങ്ങനെ മുന്നോട്ട് പോകാം. ഓൾ ദി ബെസ്റ്റ്.